ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരെയും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നന്നായിരുന്നു. ഇനി ന്യൂ ഇയറിലേക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ ന്യൂ ഇയറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 to 2025 വരെ നമ്മുടെ ലൈഫിലൂടെ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്തു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലതരം പ്രശ്നങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 30% ആളുകൾക്കും ഈ 2025 അത്ര മെച്ചമുള്ള വർഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ലോകമെമ്പാടും എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ ഈ 2 വർഷത്തിനോടകം തന്നെ ഒരുപാട് തരം പ്രശ്നങ്ങൾ, എസ്പെഷ്യലി കൺട്രീസുകൾക്കിടയിലുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, എന്തിനു പറയണം, ഗോൾഡിൻ്റെ തന്നെ വില കൂടിയത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളായിരുന്നല്ലോ നമുക്ക് ചുറ്റിനും. വ്യക്തിപരമായിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ അത്ര മെച്ചമുള്ള വർഷമൊന്നും ആയിരിക്കത്തില്ല ആരെ സംബന്ധിച്ചും. നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള സക്സസ്സോ കരിയർ ഗ്രോത്തോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പലതരം പ്രോബ്ലംസ്, ചിലരൊക്കെ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ടാവാം. പലതരം ബിട്രയൽ, ചതി, വഞ്ചന, ട്രസ്റ്റ് ഇഷ്യൂസ്, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2026 നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടി നമ്മൾ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഓരോരുത്തരും തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ത്രൂ ഔട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം എല്ലാവർക്കും ഞാൻ ഒരു താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എനിക്ക് കൂടുതലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം നിങ്ങളാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും വേണം. അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ യുവർ ഹാർട്ട്, ഓപ്പൺ യുവർ മൈൻഡ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഡെസ്റ്റിനിയിലൂടെയാണ് നമ്മൾ നമ്മുടെ അവസാനം വരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സൽപ്രവർത്തികൾ കൊണ്ടും അല്ലെങ്കിൽ അന്യന് ഉപകാരം ചെയ്യുന്നത് വഴി, പരോപകാരം ചെയ്യുന്നത് വഴിയും, നമ്മൾ എത്രയും സത്യസന്ധരായി ജീവിക്കുന്ന വഴി നമ്മൾക്ക് അവസാനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് സക്സസ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സക്സസ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാവും. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. സമൂഹത്തിൽ ജാതി, മതം, അതുപോലെ തന്നെ വർണ്ണവിവേചനം, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി, താഴ്ന്ന ജാതിയിലുള്ളവർ, വലിയ ഉയർന്ന ജാതിയിലുള്ളവർ, ഇങ്ങനെയൊക്കെ പലതരം തരംതിരിവുകളാണ് നമുക്ക് ചുറ്റിനും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലർക്കും ഒരു വിചാരമുണ്ട്, ഞാനൊരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അല്ലെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഓക്കെയാണ്, അതുപോലെ തന്നെ എനിക്ക് നല്ല ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, ഞാൻ ഇപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് എന്തോ വലിയൊരു അച്ചീവ്മെൻറ്റ്സ് അല്ലെ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയ പോലെയാണ് നമ്മൾ സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ ആളാണെന്നാണ് നമുക്ക് ഒരു അഹന്തയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം, ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണോ? ഇന്ന ജാതിയിൽ ജനിക്കുക, ഇന്ന കുലത്തിൽ ജനിക്കുക, അല്ലെ ഇന്ന കാസ്റ്റിൽ ജനിക്കുക, നമുക്ക് ഇന്ന കളറ് കിട്ടി, ഇതിൽ പിറക്കുക, കളറ്, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരെ വേർതിരിച്ച് നിർത്തുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല.
പിന്നെ എന്തിനാണ് നമ്മൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയുടെയൊക്കെ പേരിൽ ആളുകളെ ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്? ആദ്യം അത്ര മനോഭാവങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിങ്ങനെ സങ്കുചിതമായ മനസ്സ് വെക്കാതെ കുറച്ചുകൂടെ മനസ്സിനെ ഓപ്പൺ ചെയ്ത് ആളുകളെല്ലാം അതേ രീതിയിൽ അതേ കണ്ണിലൂടെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും സ്നേഹം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ ആദ്യം ഇത്തരം സങ്കുചിതമായിട്ടുള്ള മനോഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക. മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യരെന്നൊരു മതം മാത്രമേ ഈ ലോകത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള മനുഷ്യന്മാരുടെ ഇടയിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ ഗോത്രവർഗങ്ങളിലും എല്ലാ ജാതിയിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ലൈഫിൽ ഓരോന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ എന്ത് തരം സാഹചര്യങ്ങളാണെങ്കിലും അതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് വേണം. നമ്മൾ തളർന്നു പോകാൻ പാടില്ല ഒരു സ്ഥിതിയിലും. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദുഃഖമാണെങ്കിൽ നാളെ തീർച്ചയായും ഒരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ പകുതി വഴിക്ക് വെച്ച് അതിനെ അവസാനിപ്പിച്ച് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതിനെയും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കണ്ടെത്തണം. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വലിയ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കതിനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അതിനെ നേരിടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ നമ്മളതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും മനസ്സമാധാനവും ശാന്തിയും അങ്ങ് അകലെയല്ലെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് എത്ര ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ട്? നമ്മൾ എത്ര പേരെ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പേരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ചിലർ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വന്നു കഴിയുമ്പോൾ ചില സത്യസന്ധരായിട്ടുള്ള ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ ഫ്രോഡ് പണിയായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടിയും ജെനുവിനായിട്ടുള്ള മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാതിരിക്കുകയൊന്നുമില്ലല്ലോ. നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എങ്കിലും. എല്ലാ ദിവസവും ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവത്തില്ല. വൺസ് ഇൻ എ വീക്കെങ്കിലും നമുക്ക് കിട്ടുന്ന നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ മാസത്തിൽ കുറച്ച് പൈസ, എല്ലാ ആഴ്ചയിലും ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാസത്തിൽ കുറച്ച് എമൗണ്ട് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കും. ഒരു 10 പേരെ അറിയിക്കണം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് വാശി പിടിക്കേണ്ട. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ് അത് ചെയ്ത് നോക്കൂ. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലേ, അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതെന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, ചതിക്കുന്നുണ്ടെങ്കിൽ, ആ വഞ്ചനയും ചതിയും അധികം താമസിക്കാതെ തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പണസംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യം നമ്മൾ ആളുകളെ നമുക്ക് അർഹമല്ലാത്ത 1 രൂപയെങ്കിലും നമ്മൾ ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നാളെ അതിൻ്റെ 7 ഇരട്ടിയായിട്ട് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം ആരെയും പറ്റിക്കാതെയും ചതിക്കാതെയും നമുക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നേ. അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. നല്ല മനസ്സോടുകൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും. നിങ്ങൾ എല്ലാ കർമ്മങ്ങൾക്കും അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ചിലർ മുൻജന്മങ്ങളിലും പുനർജന്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവാം, വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാവാം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻജന്മങ്ങളിലൊക്കെ ചെയ്ത ഒരുപാട് പാവങ്ങളോ കർമ്മങ്ങളുടെയൊക്കെ അനന്തരഫലമായിട്ടാണ് ഈ ലൈഫിൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വിശ്വസിക്കാത്തവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കും. ഈ ഒരു മാറ്റർ നിങ്ങൾ എടുക്കണ്ട.
പക്ഷേ അത്തരം കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് എപ്പോഴോ ചെയ്ത കാര്യങ്ങളാവാം. ഇനി അതല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊന്ന് തിരിഞ്ഞു നോക്കിയേ. എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, എത്ര ചീത്ത കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഈ നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, ഈ ഒരു ജന്മത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിലൂടെ എല്ലാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മുടെ ടൈമും നമ്മുടെ മനസ്സും നമ്മൾ കൊടുക്കും തോറും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യം. മാക്സിമം കൊടുക്കുക. എല്ലാം കൂടെ എൻ്റേതാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ എന്താണ്? എല്ലാം എൻ്റേതല്ല. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു ഫ്രൂട്ട് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് അവകാശികൾ ഒരുപാട് പേരുണ്ട്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും എല്ലാം അവകാശപ്പെട്ടതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ സ്വാർത്ഥതയുടെ, എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട് അല്ല, ഇതൊക്കെ എൻ്റെയാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇതെൻ്റെ മാത്രമാണ്, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാവർക്കും അവകാശപ്പെട്ടാണ്. നമ്മൾ മാത്രമായിട്ട് യൂസ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പങ്ക് വയ്ക്കാനും നിങ്ങൾ ശ്രമിക്കൂ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ടാവും, നമുക്ക് ഹെൽപ്പ് ചെയ്തു തരുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ ഒരു ദയയോ ഒരു അനുകമ്പയൊക്കെ കാണിക്കാൻ കേട്ടോ. ചില മനുഷ്യരെ കണ്ടിട്ടില്ല, നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും പല കാര്യത്തിലും. പക്ഷെ അവർ തിരിച്ച് നമ്മളോട് ആ വിട്ടുവീഴ്ച ചെയ്ത് തരാറുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ളവരോടും എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വേണം, ഇന്നാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ പൂർവ്വകാലങ്ങളിൽ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അവർ ചിലപ്പോൾ തന്നൊരു 10 രൂപയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് തീർച്ചയായും നമ്മൾ കമ്മിറ്റഡ് ആണ്. ആ കമ്മിറ്റ്മെൻറ്റ്സ് നമ്മൾ കാണിച്ചിരിക്കുക തന്നെ വേണം. ഇനിയും അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടല്ലോ. പരദൂഷണം പറയാ, അസൂയ, കുശുമ്പ്, വൈരാഗ്യം, പക, ഇതെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അസൂയയും കുശുമ്പും ഇങ്ങനെ കൊണ്ട് നടന്നാൽ എന്താ ഉണ്ടാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് എനർജി വേസ്റ്റ് ആവാവുന്നേ ഉള്ളൂ. അപ്പം അപ്പുറത്തെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിക്ക് 100-ലൊരു 95 മാർക്ക് കിട്ടി, എൻ്റെ കുഞ്ഞിന് ചിലപ്പോൾ 100-ലൊരു 56 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താ ഉണ്ടാകുകയെന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ കളിച്ച് വളരുന്ന കുട്ടികളാവാം. പക്ഷേ കാലക്രമേണ നമ്മളിരുന്ന് ഇങ്ങനെ പറയുകയാണ്, ആ കൊച്ചിന് അത്രയും മാർക്ക് കിട്ടി, എൻ്റെ കൊച്ചിന് ഇത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ, എന്നാലും ഇവർ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണല്ലോ, അല്ലെ ഒരുമിച്ച് കളിച്ചവരാണല്ലോ, അപ്പോൾ അതിലെന്തോ കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഒരു വിഷം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ വിഷവിത്തിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും, മുളച്ച് അതൊരു വലിയ വൃക്ഷമായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് എനർജി വേസ്റ്റ് ആവും, നമ്മുടെ ടൈം വേസ്റ്റ് ആവും, നമ്മളിലേക്ക് യാതൊരു വിധത്തിലുള്ള നന്മകളും വരത്തില്ലെന്ന് ഓർത്തു. പക, വൈരാഗ്യം, കുശുമ്പ്, അസൂയ, പരദൂഷണം. ചില മനുഷ്യരുണ്ട്, നമുക്ക് മാത്രമേ പാടുള്ളല്ല, നമുക്ക് മാത്രമേ സ്വത്തും, നമുക്ക് മാത്രമേ പണവും, ജോലി, പ്രതാപം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ, ആഭരണങ്ങൾ, ഇതൊക്കെ എനിക്ക് മാത്രമേ പാടുള്ളൂ, ചുറ്റിനുള്ള ആർക്കും പാടില്ല. ആരെങ്കിലും അത് ഇട്ടോണ്ട് നടക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ചില മനുഷ്യർക്ക് അങ്ങ് അസൂയും കുശുമ്പുമാണ്, അവരങ്ങനെ അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഓറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഓറ. ഇതിലെത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് ചുറ്റും ഇപ്പോൾ ദൈവങ്ങളുടെ ചുറ്റിനും പ്രകാശ വലയം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ചുറ്റിനും ഉണ്ട് ആ ഓറ. ആ ഓറ ചിലരൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ഓറയാണ്. എന്താ കാര്യം? അവരുടെ മനസ്സ് നിറച്ചും കുശുമ്പ്, അസൂയ, വൈരാഗ്യം, സ്വാർത്ഥത. അപ്പോൾ ആ ഓറ എത്രയും പോസിറ്റീവായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും അതിനോടൊപ്പം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. ഇനിയും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. നമ്മൾ എത്ര പേര് നന്ദിയുള്ളവരാണ്? കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നത്തെ ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കിടക്കാൻ പോകുന്ന ആ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എത്ര പേര് എല്ലാ ദിവസവും കിടന്ന് ഓർക്കുന്നുണ്ട്? ഓരോ മനുഷ്യരും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഒരു കാലയവനികയ്ക്കുള്ളിൽ നമ്മൾ പുതുതായിട്ട് എത്ര മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു, എത്ര മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം.
അപ്പോൾ അവർ ഓരോരുത്തരും നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. ഇപ്പോൾ എനിക്ക് ഇരുന്നോണ്ട് പറയാൻ പറ്റില്ല ഇന്ന ആളുകൾ എൻ്റെ ലൈഫിലേക്ക് വരരുതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. വരേണ്ട സമയത്ത് പലരും പല രൂപത്തിലും വന്നിരിക്കുക. നമ്മുടെ ഒരു വിഷമഘട്ടത്തിൽ ചിലർ നമ്മുടെ ജീവിതത്തിലൊക്കെ വരും. അവർ നമ്മളെ കുറച്ച് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവസാനം ഒരു യാത്ര പോലും പറയാതെ പോകുന്ന ആളുകളുണ്ട്. ചിലർ ലൈഫ് ലോങ് നിൽക്കുന്ന ആളുകളുമുണ്ട്. ചിലർ ചില സ്വാർത്ഥതയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പുറത്തായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരു യാത്ര പോലും പറയാതെ ഇട്ടേച്ച് പോകും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും എല്ലാവർക്കും തന്നെ ഉണ്ടാവാം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ, ചില ലെസൺസ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവാം. നമ്മുടെ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാകും. നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പോകുന്ന ആളുകളും ഉണ്ടാവാം. അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കുക ഓരോ ദിവസവും, അല്ലെങ്കിൽ ഈ ഒരു 2025 നമ്മുടെ ലൈഫിൽ ആരൊക്കെ വന്നു, ആരൊക്കെ ഇറങ്ങിപ്പോയി, ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയി, ആരൊക്കെ നമുക്ക് നല്ല ഓർമ്മകൾ തന്നിട്ട് പോയി. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കുക, അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക. അപ്പം ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം നമ്മളെപ്പോഴും. നന്ദിക്കൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെല്ലാ ദിവസവും എത്രയും കിടക്കുന്നതിന് മുമ്പ് നന്ദി പറയും. നമ്മുടെ ആ ദിവസം നന്നായി പോയതിന്, അല്ല ഇന്ന ആളുകളെ കണ്ടതിന്, ഇന്ന ആളുകളുടെ ഹെൽപ്പ് കിട്ടിയതിന്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ ചിലർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒന്നും വേണ്ടിയിട്ടായിരിക്കത്തില്ല, അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള നേച്ചറുള്ളവരായിരിക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയുക. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റാതിരുന്നതിന്, അല്ലെന്നുണ്ടെങ്കിൽ വീഴ്ചകൾ പറ്റാതിരുന്നതിന്, ഫിനാൻഷ്യലായിട്ടുള്ള ലോസ് ഉണ്ടാകാതിരുന്നതിന് ഒക്കെ നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുക. റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാകാതിരുന്നതിന് നന്ദിയുള്ളവരായിട്ടിരിക്കണം നമ്മൾ ശ്രമിക്കണം. യൂണിവേഴ്സിനോട് നന്ദി നിറയാൻ. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരും ഉണ്ടാവാം, നിരീശ്വരവാദികളുണ്ടാവാം, യുക്തിവാദികളുണ്ടാവാം. അവർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഈ യൂണിവേഴ്സിൽ പലതരം ശക്തികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പലതരത്തിലുള്ള എനർജീസ് നമ്മുടെ ചുറ്റിനുണ്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ശക്തിയാണ്, വലിയൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിൻ്റെ ഒരു വെറും ചെറിയ എന്താ പറയുക, ആറ്റം, ഏറ്റവും ചെറിയ ഇതാണല്ലോ ആറ്റം എന്ന് പറയുന്നത്. അതിനേക്കാളും ചെറിയ ആളുകളാണ് നമ്മൾ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിനോട് അത്രയധികം നന്ദിയുള്ളവരായിട്ടിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തി ഇരിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തി, അല്ലെ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ബുക്ക് എടുത്തിട്ട് ഇന്നത്തെ ദിവസം ഓരോ ഡേറ്റൊക്കെ എഴുതി, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, വലിയ കുഴപ്പമില്ലാതെ ഇന്നത്തെ ദിവസം എന്നെ നടത്തിയതിന് അവിടത്തേക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും നിങ്ങൾ എഴുതി നോക്കൂ. ജീവിതത്തിൽ അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത്. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഇപ്പോൾ ചെറിയ ജോലി തൊട്ട് വലിയ ജോലി എന്നൊന്നുമില്ല. ഒരു ദിവസം 500 രൂപ സമ്പാദിക്കുന്ന ആളുകൾ തൊട്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ആളുകൾ വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്ക് ചെയ്ത് നോക്കൂ. തീർച്ചയായും നമ്മൾ ചെയ്യുന്ന പ്രതിഫലത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പ്രതിഫലം തീർച്ചയായും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ വേണ്ടുന്നത് ബിലീവ് ഇൻ യൂണിവേഴ്സ് എന്നുള്ളതാണ്. നമുക്കെല്ലാത്തിനും നമ്മളൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബിലീവ് ചെയ്യണം, എന്നെ കൊണ്ട് ഇതിനെ സാധിക്കും. 2026 എൻ്റെ ജീവിതത്തിലേക്ക് ഈ ധാരാളം അവസരങ്ങളും സൗഭാഗ്യങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് ചിന്തിക്കണം. ബിലീവ് ചെയ്യുക. നിങ്ങളെ തന്നെ ബിലീവ് ചെയ്യണം. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഈ പ്രപഞ്ചം നമ്മളിലേക്ക്, നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് 2026 തീർച്ചയായും കൊണ്ടുവരുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന പോയിൻറ്റ്സ് മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത്, ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ അതിൻ്റെയും തലേദിവസമോ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടൈം കിട്ടുന്ന സമയത്ത് ഒരു ബുക്ക് എടുക്കുക. ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഒരു 2026 ഡയറിയോ എന്തെങ്കിലും എടുത്തിട്ട് എഴുതുക. 2026 എന്ന് എഴുതുക. അതിനുശേഷം 2025 എൻ്റെ ലൈഫിൽ
2025 എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് ഒന്ന് എഴുതി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത പല സന്ദർഭങ്ങളുണ്ടാവാം. ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലിയുള്ള ഗ്രോത്ത് ആവാം, വാട്ടെവർ. അതുപോലെ കരിയറിലുള്ള അവസ്ഥകളാവാം, റിലേഷൻഷിപ്പിലുള്ള അവസ്ഥകളാവാം. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് എഴുതി വയ്ക്കുക. അതിൻ്റെ താഴെ 2025 എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, 2025 എനിക്കുണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതും രണ്ട് വശത്തായിട്ട് എഴുതുക. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് താഴോട്ടോ നമ്പർ വൈസ് ആയിട്ട് എഴുതി ഓരോ കാര്യങ്ങൾ എഴുതുക. നേട്ടങ്ങൾ എന്തൊക്കെയാണ്, മെയിനായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ എല്ലാ മേഖലകളിലും, അതായത് ഒരു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എഴുതുക. അതിനുശേഷം ഡിമെറിറ്റ്സിൻ്റെ അവിടെ കോട്ടങ്ങളും എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾ അതിനെ ഒരു 3-4 വട്ടം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചിന്തിച്ച് നോക്കുക, ഏത് മേഖലയിലാണ് ഞാൻ താഴോട്ട് പോയത്, ഏത് മേഖലയിലാണ് ഞാൻ ഉയർന്നു നിൽക്കുന്നത്, ആരൊക്കെയാണ് എൻ്റെ ലൈഫിൽ എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള ആളുകൾ, ആരൊക്കെയാണ് എന്നെ താഴേക്ക് വലിച്ചിട്ടിട്ട് വേദനയിലേക്ക് കൊണ്ടുപോയ വ്യക്തികൾ. ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു ബോധ്യം നമ്മൾക്ക് കിട്ടുമല്ലോ. പിന്നീടുണ്ടാവേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. താമസിച്ച് എഴുന്നേൽക്കുന്ന ആളുകളുണ്ടാവാം, ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യണമെന്ന് വളരെ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന വാക്കിങ്ങോ അല്ലെങ്കിൽ സുംബയോ യോഗയോ വാട്ടെവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ, അല്ലെങ്കിൽ ഒരു ട്രെഡ്മില്ല് വീട്ടിലുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ചെറുതായി ഇട്ടിട്ടുള്ള ആളുകളും ഉണ്ടാവും. അതിലൊന്ന് കയറി ഒന്ന് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗയുടെ പാർട്ടാണ്. പക്ഷേ ചെറിയ ഇപ്പം മെഡിറ്റേഷനെ കുറിച്ചാണെങ്കിലും എക്സസൈസിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അതെല്ലാം നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ട് നമ്മുടെ ചുറ്റിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ ആ മെഡിറ്റേഷൻസൊക്കെ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മൂലം ലൈഫിൽ ഒരുപാട് സ്വയം അതായത് സ്വയം ശാന്തത വരിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റ രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ ആങ്കർ, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വരെ നമ്മൾക്ക് കിട്ടും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രെയർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു 10 മിനിറ്റ്സ് ഏത് മതവിശ്വാസമുള്ള ആളുകളാണെങ്കിലും ഒന്ന് കണ്ണടച്ച് ആ ദൈവത്തിൻ്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് ധ്യാനിക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ ആ ദൈവത്തോട് നമ്മൾ പറയുക. ഇനി അതിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിലും വേണ്ട, ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്ത് പോയാൽ മതി. ബിലീവ് ഇൻ യൂണിവേഴ്സിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് പകരാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് നേടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഒരു കാര്യമാണിപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതായിരിക്കുന്നത്, അതിനെ ഒന്ന് യൂണിവേഴ്സിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൽഫ് ലവ് എന്നുള്ളതാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ചിലരുണ്ട് സെൽഫ് ലവ് ചെയ്ത് സ്വയം സെൽഫ് ലവിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അവർ മറ്റുള്ളവർ ഒരു കാര്യവും അവർക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ഈവൻ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും ശ്രദ്ധിക്കത്തില്ല. സെൽഫ് ലവ് ആണ്. അവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ താല്പര്യം, അവരുടെ ഹോബീസ്. അവർക്ക് മറ്റുള്ളവരുടെ ലൈഫ് എന്തായി തീർന്നു, എങ്ങനെ ആയി തീർന്നു, അല്ലെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എത്ര വേദനയിലാണ് കഴിയുന്നതെന്ന് അവർ ചിന്തിക്കത്തില്ല കേട്ടോ. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ നിങ്ങൾ കെയർ ചെയ്യണം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽഫ് ലവ് എല്ലാവരും പറയും സെൽഫ് ലവ് ചെയ്യാന്നുള്ളത്. സെൽഫ് ലവ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ചെറുപ്പകാലത്ത് പല സാഹചര്യങ്ങളും കൊണ്ട് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും അതിന് വേണ്ടി ടൈം കണ്ടെത്തുക. എക്സസൈസ് ചെയ്യാൻ ടൈം കണ്ടെത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടാലൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരം ചെയ്യുക. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, ഏത് മേഖലയാണോ അത് തിരഞ്ഞെടുക്കുക, അതിലേക്ക് ആക്റ്റീവ് ആവുക. അതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഒപ്പം നിങ്ങളുടെ ഹെൽത്ത്, സൗന്ദര്യം ഒക്കെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സെൽഫ് ലവിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്.
അവർക്കത് വലിയ സന്തോഷമാണ്. അതുപോലെ ചില ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ ഡയറ്റിൻ്റെയൊക്കെ പാർട്ടായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അത് കഴിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയോ ഒന്ന് പോയിട്ട് ഒന്ന് യാത്ര ചെയ്തിട്ടൊക്കെ വരാം. ഇനി നിങ്ങളുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് നിങ്ങളെ തന്നെ, അത് സെൽഫ് ലവ് ആണ് കേട്ടോ, നിങ്ങളെ തന്നെ സെർവ് ചെയ്യുവാണ്. അത് വളരെ മസ്റ്റാണ്. അത് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അവർ നല്ല രീതിയിലാണോ ഇരിക്കുന്നത്, എൻ്റെ അമ്മ അല്ലെ എൻ്റെ അച്ഛൻ, എൻ്റെ ഇൻലോസ്, അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സ്, കസിൻസ്, ഇവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു, അവരെയൊക്കെ ഒന്ന് അന്വേഷിക്കുക, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിയെ, നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലംസിനെ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് ആർജിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് മൂലം. തീർച്ചയായിട്ടും എല്ലാവരുടെയും ലൈഫിൽ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. എല്ലാവരുടെയും ലൈഫിൽ ഒരു വലിയൊരു മാറ്റം 2026 നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. പിന്നെ ഇതിനോടൊപ്പം ഒരു ഹൈലി പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് പറഞ്ഞു പോയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഈവൻ ഈ മെഡിറ്റേഷൻ എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആ മെഡിറ്റേഷൻ നിങ്ങളുടെ എല്ലാ മേഖലകളിൽ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ കരിയറിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഹൈലി അഫക്റ്റ് ചെയ്യുന്ന, ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. അപ്പോൾ അത് എനിക്ക് ഇതിലൂടെ ഇരുന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. കാരണം സെൽഫായിട്ട് ഓരോ മനുഷ്യരെയും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ, അറ്റ്ലീസ്റ്റ് അവരുടെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയണം എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് അവർ കറൻ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ കിട്ടിയാൽ അവർക്ക് എന്താണോ അവർക്ക് വേണ്ടത് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആ മെഡിറ്റേഷനെ രൂപാന്തരപ്പെടുത്തിയതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. വളരെ ബെനിഫിറ്റായിട്ടുള്ള മെഡിറ്റേഷനാണ്. ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാം. ഈവൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് മുതിർന്ന ഏത് ഏജിലുള്ള ആളുകൾക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനാണ്. ഇത് ജാതിയോ മതമോ വർണ്ണമോ വിവേചനമോ അതൊന്നുമില്ല. ആർക്കും, ഏത് മനുഷ്യർക്കും. ഇതൊരു ജാതിപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൈവത്തിൻ്റെ പേരിലുള്ള മെഡിറ്റേഷനൊന്നുമല്ല. ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ നിങ്ങളെ വേറൊരു തലത്തിലെത്തിക്കാൻ സഹായിക്കുന്ന മെഡിറ്റേഷനാണ്. ഇത് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് സംബന്ധമായിട്ടുള്ള സർവീസുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എല്ലാവർക്കും എല്ലാ സക്സസ്സും ജീവിതത്തിൽ അങ്ങോട്ടുള്ള കാലങ്ങളിൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ.